Dear students, all are welcome to this presentation. Design of machine elements എന്ന് പറയുന്ന സബ്ജക്റ്റാണ് എടുക്കുന്നത്. അതിലെ ഫസ്റ്റ് മൊഡ്യൂളാണിത്. നമുക്ക് മെഷീൻ എലമെൻറ്റ്സ് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് മെഷീൻ എന്താണെന്ന് നോക്കാം. മെഷീന് കൊടുത്തിരിക്കുന്ന നിർവചനം എന്ന് പറയുന്നത് എ മെഷീൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ മെക്കാനിക്കൽ ഡിവൈസ് കൺസിസ്റ്റിംഗ് ഓഫ് വൺ ഓർ മോർ റിജിഡ് കമ്പോണൻറ്റ്സ് ഡിസൈൻഡ് ആൻഡ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഫോഴ്സ് ആൻഡ് മോഷൻ ആൻഡ് ഫോർ ഡൂയിങ് ടു പെർഫോം യൂസ്ഫുൾ വർക്ക് വെൻ സം ഫോം ഓഫ് എനർജി ഈസ് സപ്ലൈഡ് ടു ഇറ്റ് എന്നാണ്. അതായത് ഏതെങ്കിലും ഒരു എനർജി നമ്മൾ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വർക്കോ അല്ലെങ്കിൽ മോഷനോ ലഭിച്ചാൽ ആ മെക്കാനിക്കൽ ഡിവൈസിനെയാണ് നമ്മൾ മെഷീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം എന്ന് പറയുന്നത് ലിവർ, ഇൻക്ലൈൻഡ് പ്ലെയിൻ, വീൽ ആൻഡ് ആക്സിൽ, ഇതെല്ലാം സിമ്പിൾ മെഷീൻസിൻ്റെ ഭാഗത്തിൽ പെടുന്നതാണ്. ഏറ്റവും ചെറിയ മെഷീൻ കമ്പോണൻസ് ആണ് ബോൾട്ട്, സ്പ്രിങ്, ബെയറിംഗ്, ക്യാം എന്നിവ പറയാറുണ്ട്. ഇതിനെ മെഷീൻ എലമെൻറ്റ്സ് ആണ് നമ്മൾ പറയാറ്. ഇതിൻ്റെ ഡിസൈനാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ ചെയ്യുന്നത്. മെഷീൻ ഡിസൈൻ എന്നതിൻ്റെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് എ മെഷീൻ എക്കണോമിക്കലി ആൻഡ് സക്സസ്ഫുള്ളി ടു സാറ്റിസ്ഫൈ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് കസ്റ്റമർ ബൈ മീൻസ് ഓഫ് ഡിസൈനിങ് ഇറ്റ്സ് എലമെൻറ്റ്സ് എന്നതാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷീൻ ഡിസൈൻ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് അഡാപ്റ്റീവ് ഡിസൈൻ. The kind of design activity demands no special knowledge or skill and can be easily attempted by designers of ordinary technical know-how. എന്ന് വെച്ചാൽ പ്രത്യേകമായിട്ടുള്ള ഒരു സാങ്കേതിക പരിജ്ഞാനമൊന്നും ഡിസൈനർക്ക് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഡിസൈനാണ് അഡാപ്റ്റീവ് ഡിസൈൻ. ചെറിയ തോതിലുള്ള ആൾട്രേഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഇപ്പോൾ നിലവിലുള്ള മെഷീന് ചെയ്യാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള ഡിസൈനാണ് നമ്മൾ അഡാപ്റ്റീവ് ഡിസൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഡെവലപ്മെൻറ്റ് ഡിസൈനാണ്. കൂടുതൽ സയൻറ്റിഫിക് നോളജ് ഇതിന് ആവശ്യമാണ്. പ്രത്യേകിച്ചും പുതിയ ഒരു മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് മാനുഫാക്ചറാണ് ഉപയോഗിക്കുന്നതെങ്കിലൊക്കെ നമ്മൾ ഡെവലപ്മെൻറ്റ് ഡിസൈൻ എന്നാണ് അതിന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പാണ് ന്യൂ ഡിസൈൻ. ന്യൂ ഡിസൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പനികളെല്ലാമാണ് ന്യൂ ഡിസൈൻ ചെയ്യുന്നത്. പുതിയ ഒരു മെഷീൻ സയൻറ്റിഫിക് ലോസ്, പ്രിൻസിപ്പിൾസ്, ടെക്നിക്കൽ എബിലിറ്റി, ക്രിയേറ്റീവ് തിങ്കിങ് ഇതോട് എല്ലാം കൂടി ഒരു പുതിയ മെഷീൻ ഉണ്ടാക്കുന്നതിനാണ് ന്യൂ ഡിസൈൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ട് തരത്തിൽ നമുക്ക് ഡിസൈൻ പറയാം. ഒന്ന് റാഷണൽ ഡിസൈൻ, രണ്ടാമത്തത് എംപിരിക്കൽ ഡിസൈൻ. റാഷണൽ ഡിസൈൻ അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഡിസൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്തമാറ്റിക്കൽ ഫോർമുലയെ അടിസ്ഥാനപ്പെടുത്തി പ്രിൻസിപ്പിൾസ് ഓഫ് മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഇതിൽ നിന്നെല്ലാമുള്ള അറിവ് വെച്ചിട്ട് നമുക്ക് ലഭിക്കുന്ന മാത്തമാറ്റിക്കൽ ഫോർമുലയെ അടിസ്ഥാനപ്പെടുത്തി മാത്രം നടത്തുന്ന ഡിസൈനാണ്. എന്നാൽ എംപിരിക്കൽ ഡിസൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതും ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയെ ഡിറൈവ് ചെയ്ത് എടുത്തു തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ മുൻ അനുഭവത്തിൽ നിന്നും ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രാക്ടീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവിൽ നിന്നാണ് എംപിരിക്കൽ ഡിസൈന് വേണ്ടിയിട്ടുള്ള ഫോർമുല നമ്മൾ കണ്ടെത്തുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കീസ്, ഷാഫ്റ്റിൽ കൊടുക്കുന്ന കീയുടെ തിക്നെസ്, അതുപോലെ വിഡ്ത്ത്, ഇതെല്ലാം നമ്മൾ ഇൻ ടൈംസ് ഓഫ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റാണ് പറയാറുള്ളത്. തിക്നെസ് ഓഫ് കീ D/6, വിഡ്ത്ത് ഓഫ് കീ D/4, ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതിനെല്ലാം നമ്മൾ എംപിരിക്കൽ ഫോർമുല എന്നാണ് പറയുക. അടുത്ത ജനറൽ പ്രൊസീജിയർ ഇൻ മെഷീൻ ഡിസൈൻ. 8 കാര്യങ്ങളാണുള്ളത് ജനറൽ പ്രൊസീജിയറായിട്ട്. ഒന്ന് റെക്കഗ്നിഷൻ ഓഫ് നീഡ്. റെക്കഗ്നിഷൻ ഓഫ് നീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് മെഷീനാണോ നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ലക്ഷ്യമെന്താണ്, അതിൻ്റെ ആവശ്യമെന്താണ്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ഉണ്ടാകും. അതിനാണ് റെക്കഗ്നിഷൻ ഓഫ് നീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സിന്തസിസ് ഓഫ് മെക്കാനിസംസ് ആണ്. അതായത് ഏത് പോസിബിൾ മെക്കാനിസം, ഏത് ഗ്രൂപ്പ് ഓഫ് മെക്കാനിസം ആയിരിക്കും അതിന് അനുയോജ്യമായിട്ടുള്ളത്, അത് നമുക്ക് അതിനുള്ള ഡിസൈഡ് മോഷൻ തരുന്നത്, നമുക്ക് അനുയോജ്യമായ ചലനം തരുന്നത് ഏത് ഗ്രൂപ്പ് ഓഫ് മെക്കാനിസംസ് ആണ് എന്ന് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. റോട്ടറി മോഷനാണോ വേണ്ടത്, ലീനിയർ മോഷനാണോ വേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അടുത്തത് അനാലിസിസ് ഓഫ് ഫോഴ്സസ് ആണ്. ഫൈൻഡ് ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ഈച്ച് മെമ്പർ ഓഫ് ദ മെഷീൻ ആൻഡ് ദ എനർജി ട്രാൻസ്മിറ്റഡ് ബൈ ഈച്ച് മെമ്പർ. ഇതിൽ ചെയ്യുന്നത് ഓരോ മെമ്പറിലും എത്രത്തോളം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം എനർജി അത് ആ മെമ്പർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നത് മനസ്സിലാക്കിയെടുക്കുകയാണ്. അടുത്തത് മെറ്റീരിയൽ സെലക്ഷനാണ്. സെലക്ട് ദ മെറ്റീരിയൽ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഈച്ച് മെമ്പർ ഓഫ് ദ മെഷീൻ. ഓരോ മെഷീൻ മെമ്പറിനും അനുയോജ്യമായിട്ടുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു IC എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ IC എഞ്ചിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഗ്രേ കാസ്റ്റേൺ ആയിരിക്കും. എന്നാൽ അതേസമയം അതിൻ്റെ പിസ്റ്റൺ നമ്മൾ എടുക്കുന്നത് ഒരു പക്ഷേ അലുമിനിയം ആയിരിക്കാം. അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോന്നിൻ്റെ മെറ്റീരിയൽ സെലക്ഷൻ നമ്മൾ നടത്തണം.
അടുത്ത ഡിസൈൻ ഓഫ് എലമെൻറ്റ്സ് സൈസ് ആൻഡ് സ്ട്രെസ്സസ്. ഓരോ മെമ്പറിലും ആക്ട് ചെയ്യുന്നത് എത്രത്തോളം സ്ട്രെസ്സ് വരുന്നുണ്ട് എന്ന് നോക്കി അതിനനുസരിച്ചിട്ടുള്ള സൈസ് ഇതിൽ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പെർമിസിബിൾ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് സ്ട്രെസ്സ് വരാൻ പാടില്ല, അങ്ങനെ അവർ ഡിഫോം ചെയ്യാൻ പാടില്ല. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മോഡിഫിക്കേഷനാണ്. നമ്മൾ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന മെഷീൻ്റെ സൈസ് നേരിട്ട് നമ്മൾ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കാറില്ല. ചില തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് ആവശ്യമായി വന്നേക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് കിട്ടുന്ന ഡയമീറ്റർ, ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ 20.3 എന്നാണെങ്കിൽ 20.3 വെച്ച് നമുക്ക് ഒരിക്കലും അത് മാനുഫാക്ചർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചില മോഡിഫിക്കേഷൻസ് നമുക്ക് ഇതിൽ ആവശ്യമായി കിട്ടിയ അളവിൽ ആവശ്യമായി വന്നേക്കാം. അതിനാണ് മോഡിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡീറ്റെയിൽഡ് ഡ്രോയിങ്. ഈ ഓരോ കമ്പോണൻറ്റും ഡീറ്റെയിൽഡ് ഡ്രോയിങ് ഉണ്ടാക്കുകയും അസംബ്ലി മെഷീൻ draw the detailed drawing of each component and the assembly of the machine with the complete specification for the manufacturing processes suggested എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്രൊഡക്ഷൻ. വർക്ക്ഷോപ്പിൽ നമ്മൾ ഈ കമ്പോണൻറ്റ് ഡ്രോയിങ് പ്രകാരം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നീഡ് ഓർ എയിം, സിന്തസിസ് ഓഫ് മെക്കാനിസംസ്, അനാലിസിസ് ഓഫ് ഫോഴ്സസ്, മെറ്റീരിയൽ സെലക്ഷൻ, ഡിസൈൻ ഓഫ് എലമെൻറ്റ്സ്, മോഡിഫിക്കേഷൻ, ഡീറ്റെയിൽഡ് ഡ്രോയിങ്, പ്രൊഡക്ഷൻ. ഇത്രയുമാണ് ജനറൽ പ്രൊസീജിയർ. മെഷീൻ ഡിസൈനിലെ ജനറൽ പ്രൊസീജിയറാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അടുത്തത് 3 ടൈപ്പ് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാണ്ട്. ഡിസൈൻ സ്ട്രെസ്, വർക്കിംഗ് സ്ട്രെസ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഇതിൽ ഡിസൈൻ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ സ്ട്രെസ് വിച്ച് ഈസ് അലൗഡ് ഫോർ എ ലോഡ് ക്യാരിങ് മെമ്പർ ബൈ കൺസിഡറിങ് ഓൾ മോഡ്സ് ഓഫ് ഫെയിലിയർ ആൻഡ് ദ സ്ട്രെസ് വിത്തൗട്ട് ഫെയിൽ ഈസ് കോൾഡ് ഡിസൈൻ സ്ട്രെസ്. അതായത് മാക്സിമം വർക്കിംഗ് സ്ട്രെസ്സാണ്. എത്രത്തോളം സ്ട്രെസ്സ് ആ മെമ്പറിന് എത്രത്തോളം ആ മെമ്പറിന് അലോ ചെയ്യാൻ പറ്റും, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ലോഡ് അത് വഹിക്കും ഫെയിലിയർ ഇല്ലാതെ, അതാണ് ഡിസൈൻ സ്ട്രെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർക്കിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ മെഷീൻ എലമെൻറ്റ് അണ്ടർ വർക്കിംഗ് ഓർ ഓപ്പറേഷൻ ഈസ് കോൾഡ് വർക്കിംഗ് സ്ട്രെസ്. സാധാരണ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്രത്തോളം സ്ട്രെസ്സ് ആ മെമ്പറിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഡിസൈൻ സ്ട്രെസ് വരെ ആകാം. വർക്കിംഗ് സ്ട്രെസ് സാധാരണഗതിയിൽ ഡിസൈൻ സ്ട്രെസ്സോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയോ ആയിരിക്കും. ഏത് മെറ്റീരിയലും നമുക്കറിയാം ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ് ഉണ്ട്. അൾട്ടിമേറ്റ് സ്ട്രെസ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇതെല്ലാം കണ്ടെത്തുന്നത്, ഡിസൈൻ സ്ട്രെസ്, വർക്കിംഗ് സ്ട്രെസ് എല്ലാം. ഓക്കെ, ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈൽഡ് സ്ട്രെസ് ബൈ ഡിസൈൻ സ്ട്രെസ്സാണ് ഡക്റ്റൈൽ മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം. അതേസമയം ബ്രിട്ടിൽ മെറ്റീരിയലിന് അത് അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ ഡിസൈൻ സ്ട്രെസ് എന്നാണ്. കാരണം ഡക്റ്റൈൽ മെറ്റീരിയലിൽ നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയാറില്ല, ഈൽഡ് സ്ട്രെസ്സാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഡക്റ്റൈൽ മെറ്റീരിയലിന് വലിയാനുള്ള പ്രവണതയാണ്. ഡക്റ്റിലിറ്റി ഉണ്ടാവും. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഒരു നിശ്ചിത അളവിൽ ഫോഴ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടെൻസൈൽ ലോഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ മെറ്റീരിയലിന് നീളം വർദ്ധിക്കാനൊക്കെ ഉള്ള പ്രവണത കാണിക്കും, അല്ലെങ്കിൽ ഈൽഡിങ്ങിനുള്ള പ്രവണത കാണിക്കും. അപ്പോൾ ഈൽഡിങ് ആണ് അതിൻ്റെ ഫെയിലിയർ പോയിൻ്റായിട്ട് നമ്മൾ കാണുന്നത്. ഫെയിലിയർ ആവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആക്ച്വൽ ബ്രേക്കിംഗ് അല്ല, അത് അതിൻ്റെ ഡിസൈഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ പർപ്പസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് നമ്മൾ ഫെയിലിയർ ആയി എന്നാണ് പറയുക. അപ്പോൾ ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിനെ സംബന്ധിച്ചാൽ ഈൽഡ് സ്ട്രെസ്സാണ് പരമാവധി സ്ട്രെസ് അതിന് പറ്റുന്നത്. അതിനുശേഷം അത് ഈൽഡാവും, നീളം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ ചുരുങ്ങുകയോ ഒക്കെ അതിൻ്റെ സൈസ് വേരിയേഷനൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഈൽഡ് സ്ട്രെസ് ആയിരിക്കും ഡക്റ്റൈൽ മെറ്റീരിയലിനെ സമയത്തോളം നമ്മൾ കൊടുക്കുന്ന ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയാം, ഈൽഡ് സ്ട്രെസ് ബൈ ഡിസൈൻ സ്ട്രെസ്. എന്നാൽ ബ്രിട്ടിൽ മെറ്റീരിയലിനെ സംബന്ധിച്ചോളം ഈൽഡിങ് അല്ല, അവിടെ ഏറ്റവും അത് വലിയ സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം റീച്ച് ചെയ്യാവുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ്സാണ്. അൾട്ടിമേറ്റ് സ്ട്രെസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവാനുള്ള പ്രവണത കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി അവിടെ കാണുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ ഡിസൈൻ സ്ട്രെസ് എന്നാണ്. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉണ്ടെങ്കിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസൈൻ സ്ട്രെസ് കാണാൻ വേണ്ടിയിട്ട് അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഡിസൈൻ സ്ട്രെസ് കിട്ടും. ആ ഡിസൈൻ സ്ട്രെസ്സിൻ്റെ ആനുപാതികമായ രീതിയിലായിരിക്കും നമ്മൾ പിന്നീട് അതിൻ്റെ ആ മെഷീൻ വർക്ക് ചെയ്യേണ്ട ഒരു സ്ട്രെസ് ലെവലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാക്സിമം സ്ട്രെസ് എപ്പോഴും വർക്കിംഗ് സ്ട്രെസ് ഡിസൈൻ സ്ട്രെസ് വരെ വരാവുന്ന രീതിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്, നമ്മളത് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. യൂണിറ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Nm/m² എന്നാണ്. ഒരു Nm/m² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഒരു പാസ്കൽ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യത്തെ ക്ലാസ് എന്ന നിലയ്ക്ക് പഠിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.